കണ്ടെത്തി? ഞാൻ ഒരിക്കലും ലോക്കൽ ടിമ്പറിനെതിരല്ല. ഞാൻ അവർ കണ്ടെത്തി ചെയ്യുക. അന്നേരം ആ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ട്രീറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇത് മുറിച്ചിട്ടിട്ട് ഒരു ഏജ് ആയിട്ടില്ല, അങ്ങനെ കുറെ ഇഷ്യൂസ് ഉണ്ട്. ഇവിടെ എന്നാ ഫിഷിംഗ് ഫ്രീക്ക് എന്ന് പറയുന്ന സെബിൻ വന്നിട്ടുണ്ട് ഞങ്ങളുടെ സൗത്ത് അമേരിക്കയിൽ. അത് എന്തൊക്കെ ടൈപ്പ് വാറണ്ടീസ് ആണ് കൊടുക്കുന്നത്? അല്ല, അത് കുത്തലിനും എക്സ്പാൻഷൻ, ശ്രിങ്കേജ് ആൻഡ് എന്നാ ടെർമേറ്റ് പ്രൂഫ്. ഒരു 2500 to 3500 അതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. നിങ്ങളിത് അവിടെ നിന്ന് നമ്മളിന്ന് സംസാരിക്കുന്നത്, നമ്മൾ കുറേ നാൾ കൊണ്ട് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് പറ്റിയ ഒരാളെ കിട്ടാത്തത് കൊണ്ട് പെൻഡിങ്ങിൽ വെച്ചിരിക്കുന്ന ഒരു വിഷയത്തിനെ കുറിച്ചിട്ടാണ്. അല്ല, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പറയാൻ പുച്ഛമല്ലേ എപ്പോഴും? ഇത് പുള്ളിയുടെ പോസ്റ്റാണ് ശരിക്കും. എന്ത് പറഞ്ഞാലും അവസാനം ഇതിൽ വന്ന് നിൽക്കത്തുള്ളൂ. പല സാധനങ്ങൾ നമുക്ക് കുറേ സാധനങ്ങളുണ്ട് നമ്മുടെ ലോകത്ത്, അതിനൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടാവും. പക്ഷേ എത്ര സബ്സ്റ്റിറ്റ്യൂട്ട് കൊണ്ടുവന്നാലും അവസാനം കറങ്ങി തിരിച്ചിലേക്ക് തന്നെ വരും. അതായത് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് തടിയെ കുറിച്ചിട്ടാണ്. നമ്മുടെ വീടുകളുടെ എന്താ പറയുക, നമ്മുടെ നൊസ്റ്റാൾജിക് ആഠ്യത്തിൻ്റെ പ്രതീകം എന്നൊക്കെ പറയാൻ പറ്റുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച തടികൾ ഇന്ന് നമുക്ക് കേരളത്തിൽ ലഭ്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഇന്ന് നമ്മൾ സംസാരിക്കും. അതിന് പറ്റിയ ഒരു ഗസ്റ്റാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്. നമ്മുടെ ട്രീറ്റ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ MD അല്ലേ, MD എന്ന് തന്നെ പറയാം, ഷെഹിൻ ബ്രോ ആണ്. അതെ, ഷെഹിൻ എന്ന് പറഞ്ഞാൽ മതി. എൻ്റെ ഫാദറാണ് MD. ഇത് ഞങ്ങളുടെ ഫാമിലി ബിസിനസ്സാണ്. ഓക്കെ, എൻ്റെ പേര് ഷെഹിൻ. ഞാൻ ട്രീറ്റിൻ്റെ ഡയറക്ടറാണ്, മൂവാറ്റുപുഴക്കാരനാണ്. അപ്പോൾ പേര് പറയുന്നതിന് മുമ്പ് ഇന്ന് ഹാപ്പി വേൾഡ് എൻവയോൺമെന്റ്സ് ഡേ ഷൂട്ട് ചെയ്യാൻ തിരഞ്ഞെടുത്ത ദിവസം. സുനീർ ഭായി എന്നെ വിളിച്ചപ്പോൾ ഈ ദിവസം നല്ലതാന്ന് എനിക്ക് തോന്നിയോണ്ടാണ് ഞാൻ ഈ ദിവസം തന്നെ അപ്പോയിൻമെന്റ് കൊടുത്തതും. ശരിക്കും ഞാൻ രാവിലെ ഒരു മോനെ കൊണ്ടൊരു കുഞ്ഞ് തയ്യൊക്കെ ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു. ലോകത്തിൽ എന്നാ നമ്മൾ എൻവയോൺമെന്റിനെ സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, നമുക്ക് എല്ലാവർക്കും അല്ലേ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അവരവർക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം അല്ലേ. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഒരു പരസ്യമാണ് ഞാൻ ആദ്യം കാണുന്നത്. ഭയങ്കര രസമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ആഡ്. പറ്റുമെങ്കിൽ നമുക്ക് ഇതിനകത്തൊന്ന് പ്ലേ ചെയ്യാം കേട്ടോ. മനുഷ്യനുള്ള കാലം മുതലേ മരങ്ങളുമുണ്ട്. നായാട്ടിനും നാട് ചുറ്റാനും നാഗരികതയുടെ തുടക്കത്തിനും എന്ന് തുടങ്ങി നാലാൾ അറിയും വിധം പ്രൗഢി വിളിച്ചോതുന്ന തലത്തിലെത്തി നിൽക്കുന്നു ഇന്ന് മനുഷ്യനും മരങ്ങളും തമ്മിലുള്ള ഈ ബന്ധം. ഇത് നാടിന്റെ കഥ. ഇനി കാടിന്റെ നിയമം പറയട്ടെ. ഒരു മരം അതിന്റെ ആയുസ്സിന്റെ പൂർണ്ണതയിലെത്തിയാൽ അതിന് വഴിമാറിയേ പറ്റൂ. എന്നാലേ ചുറ്റുമുള്ള തൈകൾ തഴച്ചു വളരാൻ വഴിയൊരുങ്ങുകയുള്ളൂ. പ്രകൃതിയുടെ തുല്യത നിശ്ചയിക്കുന്ന ഘടകമാണിത്. ഇത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈ നിയമത്തെ ഞങ്ങൾ മാനിക്കുന്നു. ഞങ്ങളുടെ ഫെസിലിറ്റിയിലുള്ള ട്രീറ്റ്മെന്റ് പ്രൊസീജിയേഴ്സ് മരത്തിന് സൂര്യന് കീഴിലുള്ള എല്ലാ പ്രതിസന്ധികളെയും നേരിടാൻ കരുത്തേകുന്നു. അതിന് ഒരു പുതുജീവനേകുന്നു. ശരിയായ സ്നേഹത്തിനും കരുതലിനുമൊപ്പം ഞങ്ങളുടെ ശരിയായ പരിചരണവും ഒത്തുചേരുമ്പോൾ ഏതൊരു മരവും അതിന്റെ പൂർണ്ണതയിലെത്തുന്നു. അങ്ങനെ അതൊരു പുതിയ ജീവിതം നയിക്കാൻ തയ്യാറാകുന്നു. മാറുന്ന ലോകത്തോട് ചേർന്ന് നിൽക്കുന്ന ട്രീറ്റഡ് വുഡ്, കാലത്തിന്റെ പരീക്ഷണങ്ങളെ നേരിടാൻ തയ്യാറായ മരം. കാരണം നല്ലതെല്ലാം കാലാകാലം നിലനിൽക്കണമെന്ന് നിങ്ങളെപ്പോലെ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. ട്രീറ്റ് വുഡ്, ട്രീറ്റഡ് റൈറ്റ്. ഈ ഒരു ആടിനകത്ത് നിങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആ സമയം കഴിഞ്ഞാൽ നമ്മളത് വഴിമാറി കൊടുക്കണം. അത് ഭയങ്കരമായിട്ട് അത് ഫീൽ ചെയ്തിട്ടുള്ള സാധനം. എനിക്ക് തോന്നുന്നു അരുൺ അത് കണ്ടിട്ടുണ്ടാവില്ലെന്ന് തോന്നുന്നു. അത് കണ്ടില്ല. ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുള്ള ഒരു സാധനം. അരുണായിരുന്നു കാണേണ്ടത്. അപ്പോൾ നമുക്ക് ട്രീറ്റിലേക്ക് വരാം. എന്താണ് ട്രീറ്റ്? ട്രീറ്റിലേക്ക് വരുന്നതിന് മുമ്പ് എൻ്റെ ഒരു ഞങ്ങളുടെ കമ്പനിയുടെ ഒരു ജസ്റ്റ് ഒരു ബ്രീഫ് എനിക്ക് തരണമെന്നുണ്ട്. ബിക്കോസ് ഇതെൻ്റെ ഫാദർ സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ്. ഞങ്ങൾ 40 വർഷത്തിന് മേളിലായി ടിമ്പർ ബിസിനസ്സിലുണ്ട്. ലാസ്റ്റ് 25 വർഷമായിട്ട് ടിമ്പർ ഇമ്പോർട്ട് ബിസിനസ്സിലുണ്ട്. കേരള ടിമ്പർ ഇമ്പോർട്ടേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് ആയിരുന്നു എൻ്റെ ഫാദർ. ഇപ്പോഴും അതെ. ഇപ്പോൾ ഞാൻ ലാസ്റ്റ് 14 ഇയേഴ്സായിട്ട് 14 വർഷമായിട്ട് എൻ്റെ ഫാദറിൻ്റെ കൂടെ ഞാനുണ്ട്. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
കസ്റ്റമറിൻ്റെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ പുതിയൊരു സംരംഭമാണ് ട്രീറ്റ് എന്ന് പറഞ്ഞ രീതിയിൽ ഞങ്ങൾ പുറത്തു കൊണ്ടിരുന്നത്. കസ്റ്റമറിൻ്റെ ആവശ്യം എന്താണെന്നുള്ളത് എനിക്ക് നമ്മുടെ ഈ എപ്പിസോഡിൽ തന്നെ എനിക്ക് പറയാൻ പറ്റും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ആവശ്യമല്ല എന്നല്ല, ഞങ്ങളുടെ ആവശ്യമാണെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അത് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു സംരംഭമാണ് ട്രീറ്റ്. ഈ നേരത്തെ ഈ ട്രീറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിലാണോ അതോ റീസെന്റ് ആയിട്ടാണോ ഈ ഒരു ബ്രാൻഡിലേക്ക് വരുന്നത്? ഇൻട്രോ പറഞ്ഞില്ല, തടി എന്ന് പറഞ്ഞാൽ അങ്ങ് കയറി പോവാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാം അല്ലേ? വെൽക്കം ടു അവർ പോഡ്കാസ്റ്റ് ചാനൽ ആർക്കിഫൈ ടോക്സ്. ഒരു പദ്ധതി ഉണ്ടായിരുന്നു, അത് പക്ഷേ നല്ല രസമാണ് നിങ്ങൾ പറയണേ. ഞങ്ങളെ ഇത് ഭയങ്കര ഒരുപാട് ആൾക്കാർ നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഞങ്ങളുടെ ഒരു സൗഹൃദം, ആ ഒരു ടോക്ക്, അതോടൊപ്പം തന്നെ കുറച്ചധികം തമാശകളാവുന്നു എന്ന് പറയുന്ന ഒരാൾക്കാരെ ഉണ്ട്. തൽക്കാലം അവരെ നമ്മൾ പരിഗണിക്കുന്നില്ല, കാര്യം ഇതൊരു ബോറ് സബ്ജക്റ്റ് ആണ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ചില ആൾക്കാർക്ക് ഓവർ ആകുന്നു. അല്ല, ഇതേ ഒന്നൊരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ എന്നൊരു ബോറ് സബ്ജക്റ്റ് ആണ്. അപ്പൊ അതൊരു രസകരമായിട്ടുള്ള രീതിയിൽ നമുക്ക് പറ്റാവുന്ന രീതിയിൽ അവതരിപ്പിക്കാന്നുള്ളതാണ്. അപ്പൊ നമുക്ക് വീണ്ടും വിഷയത്തിലേക്ക് വരാം. അതെ, ചോദിച്ചാലും തന്നെ പറയാം അല്ലേ, ട്രീറ്റ് ആദ്യം തൊട്ടേ മനസ്സിലുണ്ടായിരുന്നൊരു ബ്രാൻഡാണോ അതോ ഇപ്പൊ റീസെന്റ് ആയിട്ട്? അല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ തുടങ്ങിയിട്ട് ജസ്റ്റ് ഇപ്പോൾ 2-3 വീക്സ് ആയുള്ള ബ്രാൻഡ് ബ്രാൻഡ് എന്നുള്ള കൺസെപ്റ്റിൽ ലോഞ്ച് ചെയ്തിട്ട് ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡീലേഴ്സ് വഴി മാത്രമാണ് കേരളത്തിൽ ഉടനീളം ഞങ്ങളുടെ സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനതാ പറഞ്ഞത്, ഞങ്ങളുടെ പേരൻറ്റ് കമ്പനിയുടെ പേര് VS Timbers. ഓക്കെ. അത് ഞങ്ങളുടെ ഫാമിലി നെയിം വിത്ത് മൈ ഡാഡ്സ് നെയിം, ദാറ്റ് എന്ന് വെച്ചാൽ ഉപ്പാടെ പേരും ഫാമിലി നെയിം വെളിയത്തൊടിയിൽ നിന്നാണ്. ഇപ്പോൾ VS അങ്ങനെയാണ്. അതാണ് VSൻ്റെ ഒരു ഫുൾ ഫോം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ VS Timbersൻ്റെ ട്രേഡിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരം വിൽക്കുക, അല്ലെങ്കിൽ സോമിൽസിന് അല്ലെങ്കിൽ വലിയ വലിയ കാർപ്പൻട്രി ഷോപ്സിന് ഹോൾസെയിൽ ഇതിനകത്ത് മരം വിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയുള്ള ഇപ്പം ഞങ്ങൾക്ക് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയും ഒരു 400 മില്ലുകൾക്ക് നമ്മൾ മരം സപ്ലൈ ചെയ്യുന്നുണ്ട്. അടിപൊളി. ശരിക്കും നമ്മൾ പലപ്പോഴും പറയാറുണ്ടേ, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട് മരത്തിന് പകരമായിട്ട്. അതെ, മരത്തിന് പകരം എന്ന് പറയാമെങ്കിലും എത്രത്തോളം പകരമാവുമെന്നറിയില്ല. പക്ഷേ അതിനകത്തൊക്കെ അന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നൊരു സാധനമാണ് നമ്മൾ പ്രകൃതിയെ കുറേയൊക്കെ നമ്മൾ സേവ് ചെയ്യാമെന്നുള്ളത്. ശരിക്കും ആ ഒരു പരസ്യം നമ്മൾ കാണുന്ന സമയത്താണ് ചില കാര്യം ഇത് ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്യണം. നമ്മൾ പുഴയിൽ നിന്ന് മണൽ വാരുന്നത് പോലെയാണ് ഈ സാധനം. അധികം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പ്രശ്നമാണ്. അപ്പോൾ നമ്മളത് കൃത്യമായിട്ട് മുറിക്കണം, നമ്മൾ വേറെ വെച്ച് പിടിപ്പിക്കണം, അതൊക്കെ ഒരു ഭാഗമാണ്. പക്ഷേ ഇപ്പോഴും പലപ്പോഴും ഡൗട്ടുള്ള ഒരു കാര്യം, നിലവിൽ നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന പല മരങ്ങളും, അതായത് ഹാർഡ് വുഡ് അല്ല, മീൻസ് ഇപ്പോൾ തേക്കൊക്കെ ഹാർഡ് വുഡ് ആണെങ്കിലും ആ പാകമാകാത്ത സമയത്ത് ഇതൊരു ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം ഇത് ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. അതായത് കാതലില്ലാത്ത പ്ലാവുകൾ കൊണ്ടുവരിക, അതിനകത്ത് യെല്ലോ കളർ ചെയ്തിട്ട് അത് പലപ്പോഴും നമ്മുടെ പ്രോജക്റ്റുകളിലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അതായത് അതിന് കുത്തൽ വരിക, അതുപോലെ ബെൻഡ് വരിക, എക്സ്പാൻഷൻ സംഭവിക്കുക. അതിൽ നിന്നൊക്കെ നമ്മുടെ ട്രീറ്റ് എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്? ട്രീറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇമ്പോർട്ടഡ് ടിമ്പറിൽ മാത്രം ഡീൽ ചെയ്യുന്ന ഒരു ബ്രാൻഡാണ്. ഓക്കെ, അത് ഏതൊക്കെയാണെന്നൂടെ ഒന്ന് പറയാമോ? ഞങ്ങൾ നാടൻ മരം ചെയ്യുന്നില്ല. നാടൻ തടി വേണമെങ്കിൽ നമുക്ക് കിട്ടാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഞങ്ങൾ ട്രീറ്റിന്റെ ബാനറിൽ ചെയ്യുന്നില്ല. അതിനകത്ത് കുറെ ലിമിറ്റേഷൻ ഉണ്ട്. കാരണം നമ്മളിപ്പോൾ 25 വർഷം വാറന്റി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ട്രീറ്റിന് 25 ഇയേഴ്സ് വാറന്റി കൊടുക്കുന്നുണ്ട് നമ്മുടെ എല്ലാ പ്രൊഡക്റ്റിനും, നമ്മുടെ ഈ 6 വെറൈറ്റീസിനും. അത് എന്തൊക്കെ ടൈപ്പ് വാറന്റീസ് ആണ് കൊടുക്കുന്നത്? അല്ല, അത് കുത്തലിനും എക്സ്പാൻഷൻ, ശ്രിങ്കേജ് ആൻഡ് ടെർമേറ്റ് പ്രൂഫ്, തടിയിൽ വരാൻ പറ്റുന്ന സാധനങ്ങൾ അതാണ്. പിന്നെ സുനീർ ഭായി ചോദിച്ച ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 6 വെറൈറ്റീസ് ഓഫ് സ്പീഷീസ് ആണ് നമ്മൾ ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കണേ. അതിനകത്ത് നമുക്ക് മ്യാൻമാർ ടീക്ക് ഉണ്ട്. ഇപ്പോൾ വേൾഡിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നാച്ചുറലി ഗ്രോൺ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ടീക്ക് എന്നിപ്പോൾ ഗൂഗിളിലോ അല്ലെങ്കിൽ ChatGPTയിലോ എവിടെ അടിച്ചു വെക്കാലും മ്യാൻമാർ ടീക്ക് എന്ന് വരും. മ്യാൻമാർ ടീക്ക് ഉണ്ട്. മ്യാൻമാറിൽ നിന്ന് തന്നെ ഇമ്പോർട്ട് ചെയ്യുന്ന പിൻകോഡ എന്ന് പറഞ്ഞ മരമുണ്ട്. നമ്മുടെ നാട്ടിൽ ചെറുതേക്കെന്ന് അതിനെ വിളിക്കുന്നത്. ബിക്കോസ് അതിനൊരു തേക്കിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളതുകൊണ്ടാണ് അതിനെ ചെറുതേക്കെന്ന് വിളിക്കുന്നത്. തേക്കിന്റെ വിലയില്ല. ഈ സാധനം എന്നൊക്കെ ഞാൻ ചോദിക്കുന്നത്, നമുക്ക് പെർഫെക്റ്റ് പോളിഷ് അല്ലേ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ? പെർഫെക്റ്റ് പോളിഷ് ആണ് ഇത്. പിന്നെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന മരം ഇന്തോനേഷ്യ എന്നുള്ള മെർബാവു ആണ്. അത് കുറച്ചുകൂടെ ആൾക്കാർക്ക് ഫെമിലിയർ ആണ്. കാരണം ഇന്തോനേഷ്യ എന്നുള്ള മെർബാവു നമ്മുടെ ഈ പറഞ്ഞ പിൻകോഡയാണെങ്കിലും അല്ലെങ്കിൽ ബെർമാറ്റീക്ക് ആണെങ്കിലും നമ്മുടെ നാട്ടിലിപ്പോൾ വരാൻ തുടങ്ങിയിട്ട് വിത്ത് മെർബാവ് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ വരാൻ തുടങ്ങിയിട്ടൊരു 30 വർഷത്തിൻ്റെ അടുത്തായിട്ടുണ്ട്. പക്ഷേ പിന്നെ നമ്മുടെ സൗത്ത് അമേരിക്കയിൽ നിന്ന് വരുന്ന 3 സ്പീഷീസാണ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്.
അതിനകത്ത് ഒരു മരത്തിൻ്റെ പേര് കാവുടു, ഒരു മരത്തിൻ്റെ പേര് WPL, മൂന്നാമത്തെ മരത്തിൻ്റെ പേര് പർപ്പിൾ ഹാർട്ട് എന്നാണ്. പക്ഷേ നമ്മുടെ തിരുവനന്തപുരം കൊല്ലം സൈഡിലാണ് അത് കൂടുതൽ വയലറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. വയലറ്റ്, കാരണം അതിന്റെ കളറ് ഈ പറയുന്ന വയലറ്റിന്റെ കളറിന്റെ, അതും ആൾക്കാർക്ക് ഭയങ്കര ഫെമിലിയർ ആണ്. പക്ഷേ അത് നമ്മുടെ ഈ നാട്ടിലെ പേര് വിളിക്കുമ്പോൾ പിന്നെ ഞാൻ ചിലപ്പോൾ പറയുന്ന പേരുകളായിട്ട് ചിലപ്പോൾ നാട്ടിലെ പേരുകൾ ചിലപ്പോൾ വ്യത്യസ്തമായിട്ട് വരാം. കാരണം നമ്മൾ ഹോൾസെയിലർ ആയതുകൊണ്ട് അത് ഡീലറിന് കൊടുക്കുമ്പോൾ നമ്മൾ ശരിക്കുള്ള പേരാണ് പറയുന്നത്. പക്ഷെ അത് അവരുടെ ഓരോ സ്ഥലത്തും അറിയപ്പെടുന്ന പേര് അത് ഓരോ സ്ഥലത്തും ഒരേ പ്രാദേശികമായിട്ട് ചിലപ്പോൾ ചില പേരുകളായിരിക്കും അല്ലേ വിളിക്കാൻ സുഖം. അപ്പോൾ അവരത് യൂസ് ചെയ്തെന്നുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കുള്ള അതിൻ്റെ പേര് പർപ്പിൾ ഹാർട്ട് എന്നാണ്. ഈ എല്ലാ പ്രോഡക്റ്റിനും ഈ 25 year വാറണ്ടി ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 6 മരത്തിനും അതാത് മരത്തിന് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയറിലൂടെ നമ്മൾ ആ മരത്തിനെ കിടത്തി വിട്ടിട്ട് അതിൻ്റെ എൻഡുറൻസ് കൂട്ടുക എന്നുള്ളതാണ് ട്രീറ്റിൻ്റെ ആദ്യത്തെ ലക്ഷ്യം. ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ബ്രാൻഡിൻ്റെ ആദ്യത്തെ ലക്ഷ്യം. ഇതിനകത്ത് വേറൊരു സംഭവം ഉള്ളത്, നമ്മൾ സാധാരണ നാടൻ തടിയൊക്കെ എടുത്തു നമ്മൾ ഉരുളെടുക്കുന്നു, അത് പിന്നെ മില്ലിൽ കൊണ്ടുപോയി നമ്മൾ കട്ട് ചെയ്യുന്നു, ഒരുപാട് വേസ്റ്റേജ് വരുന്നു, ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ. ഇവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇപ്പോൾ ഒരു കട്ടളയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അതിൻ്റെ സൈസായിട്ടുള്ള സാധനം നമുക്ക് വേസ്റ്റേജ് ഇല്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു നേട്ടം എന്ന് പറയുന്നത് അല്ലേ? അതെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് കിട്ടിയൊരു ഓർഡറാണ് ആര്യഭംഗി ബിൽഡേഴ്സിൽ നിന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ജോർജ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹത്തിന് അതിൻ്റെ MD പേര്. അപ്പോൾ ജോർജ് ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് എനിക്ക് ഫ്രണ്ട് കട്ടള മാത്രം മതി, ഫ്ലാറ്റിൻ്റെ ഫ്ലാറ്റിൻ്റെ ഇപ്പോൾ ഫ്രണ്ട് കട്ടള മാത്രമേ വയ്ക്കുള്ളൂ. എനിക്ക് 7 അടിക്ക് 500 പീസ്, 3.5 അടിക്ക് 250 പീസ്. നേരെ കൊണ്ടുവരുന്നു, കാർപ്പൻ്റർ വെക്കുന്നു, സെറ്റ് ചെയ്യുന്നു, കൊടുക്കുന്നു, പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇതിപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് മെഷർമെന്റിലാണോ വരുന്നത്, അല്ലെങ്കിൽ പല മെഷർമെന്റ്സ് ഉണ്ടോ? നമുക്ക് വീതി കേരളത്തിലെ മരത്തിന്റെ ഇൻഡസ്ട്രിയുടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തുള്ള സൈസിന്റെ വീതിയും കനവും അല്ല കാസർഗോഡുള്ളത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഉള്ളവർക്ക് 4ക്ക് 2.5 അല്ലെങ്കിൽ 4 ഇഞ്ച് 2.5 ഇഞ്ച് കനം, 4 ഇഞ്ച് വീതി 2.5 ഇഞ്ച് കനം. നേരെ മറിച്ച് കാസർഗോഡുള്ളവർക്ക് അതൊക്കെ 4.5 2.5 വേണം. വീതിയിലും കനത്തിലും വ്യത്യാസമുണ്ട്. ചിലതിനകത്ത് ഇപ്പോൾ നേരെ മറിച്ച് എന്നാൽ വളവട്ടം അല്ലെങ്കിൽ കണ്ണൂർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് 5 2.5. അപ്പോൾ ഇവൻ ദോ ഇറ്റ് ഇസ് എ സെയിം സ്പീഷ്യസ്, ഇതിനകത്ത് ഈ വീതിയും കനത്തിലുള്ള വ്യത്യാസത്തിൽ തന്നെ നമുക്ക് പല വീതിയും കനത്തിലും, കാരണം എല്ലാ ഡിസ്ട്രിക്റ്റിലുള്ള ആൾക്കാരെയും നമ്മൾക്ക് സാറ്റിസ്ഫൈ ചെയ്യേണ്ട പരിപാടികളുണ്ട്. നമ്മൾ ഇപ്പോൾ ഒരു സ്പീഷീസ് ആണെങ്കിൽ തന്നെ ഞങ്ങളതിനെ 3 വെറൈറ്റി 4 വെറൈറ്റീസ് ഓഫ് സാധനങ്ങളുണ്ടെന്ന് അതിന് പറയുന്നത്. അപ്പം അങ്ങനെ അവിടെ നിന്ന് സ്റ്റാൻഡേർഡായിട്ട് കിട്ടുമോ? സ്റ്റാൻഡേർഡായിട്ട് തന്നെ ഞങ്ങൾ സൈസായിട്ട് കട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് തന്നെ ഞങ്ങൾ ഇന്തോനേഷ്യയിൽ നമുക്ക് ഒരു സോമിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ആ സോമിൽ നിന്ന് കട്ട് ചെയ്തിട്ട് തന്നെയാണ് ഈ മെർബാവ് എന്ന് പറഞ്ഞ മരം. അതുപോലെ തന്നെ അതാത് മരം എവിടെ നിന്നാണോ വരുന്നത് അവിടെയെല്ലാം നമുക്ക് സോമിൽസും അവിടെ ഓപ്പറേഷനും ഉണ്ട്. അത് അവിടെ നിന്ന് നമ്മൾ നേരിട്ട് കട്ട് ചെയ്തിട്ടാണ് വരുന്നത്. ഒരു പ്രാവശ്യം നമുക്ക് ഇന്തോനേഷ്യക്ക് പോകണം, ഫാക്ടറിയൊക്കെ ഒന്ന് കാണാൻ. ഉറപ്പായിട്ട് വരാം. സൗത്ത് അമേരിക്കയ്ക്ക് വരും, അതിന് കുറച്ചുകൂടെ നിങ്ങൾക്ക് അല്ല ഇതൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഞാൻ ഈ പോർഷൻ കട്ട് ചെയ്തിട്ട് ഞാൻ അയക്കും. നമ്മുടെ ഫിഷിംഗ് ഫ്രീക്ക് എന്ന് പറയുന്ന സെബിൻ വന്നിട്ടുണ്ട് ഞങ്ങളുടെ സൗത്ത് അമേരിക്കയിൽ. അദ്ദേഹം ആമസോണില് ഒരു വീഡിയോ ചെയ്തത്. അത് അന്ന് അദ്ദേഹത്തിനെ ഹെൽപ്പ് ചെയ്തത് ഞങ്ങളുടെ GM ആണ്, എബി ജോസി എന്ന് പറയുന്നത്. എബി ജോസി ഉണ്ട് ആ വീഡിയോയിൽ. ഇനി നമ്മളിപ്പോൾ കട്ടളയുടെ കാര്യമാണ് പറഞ്ഞത്. ഇനി അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ബാക്കി ഷട്ടർ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അതാ പറഞ്ഞത്, നമ്മുടെ കയ്യിൽ ഇപ്പോൾ കട്ടളയ്ക്കുള്ള എല്ലാ സൈസുകളും ഉണ്ട്. പിന്നെ പാനലിങ്ങിലുള്ള എല്ലാ സൈസുകളും ഉണ്ട്. എന്ന് വെച്ചാൽ 1/2 ഇഞ്ച് 1 ഇഞ്ച് 1.5 ഇഞ്ച് കനത്തിലുള്ള. പിന്നെ വുഡൻ ഫ്ലോറിംഗ് അല്ല, ഫ്ലോറിംഗ് ഉണ്ട്. സീലിങ്ങിൻ്റെയും ഐറ്റംസ് ഉണ്ട്. ഓക്കെ, അതായത് തടിയായിട്ട് ബന്ധപ്പെട്ട ഒരു ബിൽഡിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ A to Z സാധനങ്ങളുണ്ട്. അതുപോലെയാണ് ഇപ്പം നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള ഫാബ്രിക്കേറ്റഡ് സ്റ്റെയറുകൾ. അപ്പോൾ ഇതിന്റെ മുകളിലേക്ക് നമ്മൾ അതുകൊണ്ട് നമ്മുടെ കയ്യിൽ അതാണ് ഞാനിപ്പോൾ ഫ്ലോറിംഗ് ഉദ്ദേശിച്ച് സ്റ്റെയർ കേസിന് ഉപയോഗിക്കുന്ന ഫ്ലോറിംഗ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഒരു ഇതിലേക്ക് പോകേണ്ട കാര്യമില്ല, ഏത് റിക്വയർമെന്റ് പറഞ്ഞാലും നമുക്കത് കൊടുക്കാൻ പറ്റും. അതെ, ഞാനിപ്പോൾ ഞങ്ങളുടെ സെയിൽസ് എക്സിക്യൂട്ടീവ്സിൻ്റെ അടുത്തൊക്കെ പറയുന്നത് നമ്മുടെ കയ്യിലുള്ളത് എന്താണെന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ അവരുടെ ആവശ്യം എന്താണെന്ന് ചോദിക്കുക. ബിക്കോസ് നമ്മൾ മരത്തിൽ ആരും അങ്ങനെ ചോദിച്ചിട്ടില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൗണ്ട് ലോഗിൽ നിന്ന് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന എടുത്തുകൊണ്ട് പോകുന്നുള്ള ആ ട്രഡീഷണൽ വേ ഓഫ് സെല്ലിങ് ടിമ്പർ എന്നുള്ളത് മാറ്റണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹവും ഞങ്ങളുടെ ആവശ്യവും. എന്ന് വെച്ചാൽ കസ്റ്റമറിന് എന്താ വേണ്ടതെന്ന് ചോദിക്കുക, അത് കൊടുക്കാൻ ശ്രമിക്കുക. ബിക്കോസ് ഇന്നത്തെ കാലത്ത് നമ്മൾ അത് തന്നെയാണ് വേണ്ടത്. ഇന്നത്തെ കാലത്തല്ല, കുറച്ച് കസ്റ്റമർ ഇസ് ലൈക്ക്, നമ്മളിപ്പോൾ കൊമേഴ്സ് പഠിച്ചിട്ടുണ്ട്, കസ്റ്റമർ ഇസ് ദ കിങ് എന്നല്ലേ. അപ്പോൾ അത് മരത്തിൻ്റെ കാര്യത്തിൽ കുറേ ഇല്ലെന്ന് എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു ആളാണ് ഞാൻ. കാരണം ഇപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിൽഡിംഗ് മെറ്റീരിയൽസിൽ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു
ഫാക്ടറിയിൽ പോയി ഒരു റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യേണ്ടത് എനിക്ക് തോന്നുന്നു ടിമ്പർ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. അതേ ഉള്ളൂ, ശരിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മില്ലിൽ പോയിട്ട് അതിൻ്റെ റോ മെറ്റീരിയൽ ഒരു കസ്റ്റമറിൻ്റെ ഒരു പ്രസൻസിൽ കട്ട് ചെയ്ത് എടുത്ത് ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥ ശരിക്കും ടിമ്പറിൽ മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നണം. ബാക്കിയെല്ലാം അപ്ഡേറ്റഡ് ആയി. ഇത് മാത്രം ഒരു ട്രഡീഷണൽ വേയിൽ തന്നെ ഇപ്പോഴും ആ പഴയ രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒരു കാരണമാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ടിമ്പറിൽ നിന്ന് തടിയിൽ നിന്ന് കസ്റ്റമർ മാറിപ്പോവാൻ. ബ്രാൻഡില്ലേ, ഒരു ബ്രാൻഡ് ഇപ്പം നിങ്ങൾ നല്ലൊരു ഉദ്ദേശമാണ്. കാരണം ഒരു ബ്രാൻഡില്ല, പല പ്രോഡക്റ്റിനും ഒരു സെലക്ട് ചെയ്യുന്ന ഒരു ബ്രാൻഡ് ഉണ്ട്. അതെ, പക്ഷേ നമ്മൾ ടിമ്പറിൽ ഇല്ല. ഇതിനകത്ത് ഷൈൻ ബ്രോ, ഇതിനകത്ത് സംഭവിച്ചത് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ, ഇത് പല ആളുകളും ഇതൊരു സമയത്ത് ചൂഷണം ചെയ്യും ഭയങ്കരമായിട്ട് അല്ലേ ഇതിനകത്ത്. അതായത് ട്രീറ്റഡ് വുഡുകളുണ്ട്, പക്ഷേ ഇതിനകത്ത് നമുക്ക് കിട്ടുന്ന ഈ പറഞ്ഞ കണക്ക് നമുക്ക് റൗണ്ട് ലോഗ് അല്ല ഇവിടെ വരുന്നത്. അപ്പോൾ ആ സാധനം ഇപ്പം അരുണിന് ഞാനൊരു തടി തന്നു കഴിഞ്ഞാൽ ഞാൻ പറയുന്നതാണ് ഇന്ന തടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏജ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ ഒന്നുമില്ല, നിങ്ങൾ ഇതിനകത്ത് എക്സ്പേർട്ട് ഒന്നും അല്ല. ഇപ്പോൾ പലപ്പോഴും ഇതിനകത്ത് കാർപ്പൻറ്റേഴ്സിന് പോലും പറയാൻ പറ്റില്ല ഇത് എന്ത് തടിയാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാരെ പറ്റിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പം നിങ്ങളുടെ തടിയിലൊക്കെ ഹോളോഗ്രാംസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാ മരത്തിലും എല്ലാ സൈസിലും നമ്മുടെ ലേസർ മാർക്കിംഗ് ഉണ്ട് നമ്മുടെ ട്രീറ്റിൻ്റെ. അതിനകത്ത് പിന്നെ ഒരു ഞങ്ങളുടെ ആ എല്ലാ സൈസിലും അതിനകത്ത് ഒരു QR കോഡ് ഉണ്ട്. അപ്പോൾ ആ മരത്തിൻ്റെ ആപ്ലിക്കേഷൻ എവിടെ നിന്നാണ് ആ മരം, നമുക്ക് ഫോണിൽ നിങ്ങളുടെ ആപ്പ് ഉപയോഗിച്ചിട്ട് ഈ QR കോഡ് സ്കാൻ ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മുടെ ആപ്പ് വേണ്ട, സാധാരണ സ്കാൻ നമ്മുടെ ക്യാമറ വെച്ചിട്ട് സ്കാൻ ചെയ്യാം. പിന്നെ എല്ലാ മരത്തിലും നമ്മുടെ മരമാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലേസർ മാർക്കിംഗ് ചെയ്യുന്നത്. ലേസർ മാർക്കിംഗ് ചെയ്യുമ്പോൾ അതിനകത്ത് പിന്നെ നമ്മുടെ ആ ഒരു ട്രീറ്റിൻ്റെ ബാനറിൽ തന്നെ വന്ന മരമാണെന്ന് നമുക്ക് കസ്റ്റമറിന് റീഅഷ്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം കൂടിയാണത്. നേരത്തെ ചില പ്ലേ ബോർഡ്സിനകത്തൊക്കെ ഈ ഒരു സംവിധാനം ഉണ്ടായിരുന്നു. പ്ലേയിലൊക്കെ നമുക്ക് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ മാനുഫാക്ചറിങ് ഡേറ്റ്, അതിന്റെ ആ സീരീസ് ഇതെല്ലാം അറിയാം. പക്ഷെ അത് ഭയങ്കര ഒരു ഇന്നോവേറ്റീവായിട്ട് ഒരു സാധനമുണ്ട്. വുഡന്റെ കേസിൽ അത് വരാന്ന് പറയുമ്പോൾ, കാരണം ചില മരങ്ങൾ ചില സ്ഥലത്ത് ആപ്ലിക്കേഷന് ചിലപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ പറയാം, ഈ പർപ്പിൾ ഹാർട്ട് എന്ന് പറഞ്ഞ മരം ഒരു ഔട്ട്ഡോർ ഡെക്കിങ്ങിൽ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത മരം. കളറിന്റെ അല്ല അതിന്റെ അത് ഈ മണ്ണായിട്ട് അത് കുറേ നാൾ കടന്നു കഴിഞ്ഞാൽ എത്ര നമ്മൾ അതിനെ ഇൻഡ്രൈ ചെയ്താലും അത് വെള്ളം അബ്സോർബ് ചെയ്യാൻ കഴിവുള്ളൊരു മരമാണത്. ഓക്കെ, ശരിക്കും പറഞ്ഞു. അപ്പോൾ കൂടുതൽ നാളത് വെള്ളത്തിൽ നമ്മുടെ എസ്പെഷ്യലി നമ്മുടെ കേരള പോലത്തെ ഒരു എൻവയോൺമെൻറ്റിൽ, ബിക്കോസ് നമുക്ക് 6 മാസം മഴയാണ് ഇവിടെ. അപ്പോൾ ഉറപ്പായിട്ടും ആ മരം ഒരു 5-6 വർഷത്തിനുള്ളിൽ കൂടുതൽ വെള്ളം അതിനെ വലിച്ചെടുക്കുകയും അതിനകത്ത് ചെതിൽ വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഈ കിൻഡ്രൈ എന്ന് പറയുന്നതാണ് ശരിക്കും വുഡിന്റെ ഒരു ട്രീറ്റഡ് പ്രോസസ്സിന്റെ വുഡിന് 3 തരം ട്രീറ്റ്മെൻ്റ് ആണുള്ളത്. എയർ ഡ്രൈ ട്രീറ്റ്മെൻറ്റ്, കിൻഡ്രൈ ട്രീറ്റ്മെൻറ്റ്, പിന്നെ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്. ഇത് എല്ലാ മരത്തിനും പല കാറ്റഗറി ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഡെൻസിറ്റി കൂടിയുള്ള മരത്തിന് കിൻഡ്രൈ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഞാൻ പെട്ടെന്ന് പറയാം, എയർ ഡ്രൈ ട്രീറ്റ്മെൻറ്റ് എന്താണ്, കിൻഡ്രൈ. ഇതിൻ്റെ ബേസിക്കലി ഈ ട്രീറ്റ്മെൻറ്റിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു മർബാവ് എന്ന് പറയുന്ന മരത്തിന് ഓയിൽ കണ്ടൻറ്റും കൂടെ ഉള്ളതുകൊണ്ട് ഒരു 50 to 60 ആണ് അതിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റ്. ഒരു സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറയാം അല്ലേ, ഒരു 60 ആണ് അതിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റ്. ഈ മോയ്സ്ചർ കണ്ടൻറ്റ് നമ്മൾ 14-ന്റെ താഴെ എത്തിക്കണം. 14-ന്റെ താഴെ എത്തിക്കണം. അത്രയും അതിൽ നിന്ന് നമ്മൾ എടുത്ത് കളയണമെന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാൽ മാത്രമാണ് ആ മരത്തിന് എക്സ്പാൻഷനോ ശ്രിങ്കേജോ വരത്തില്ലാത്തത്. എന്തുകൊണ്ടാണ് നമ്മുടെ മഴക്കാലത്ത് ചില സമയത്ത് ചില ജനൽ അടയാതെ വരുന്നത്? പെട്ടെന്ന് നിങ്ങൾക്ക് അറിയാം. അല്ല, വീട്ടിൽ കുഴപ്പമൊന്നുമില്ല. അല്ല, അത് വേനൽക്കാലം ആകുമ്പോൾ പിന്നെയും ആ മരം അതിന്റെ സാധാരണ രീതിയിലേക്ക് ചിലപ്പോൾ പോകും. തീർച്ചയായിട്ടും. അത് ഈ പലപ്പോഴും നമ്മൾ ചെയ്യുന്നൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അടയ്ക്കാൻ പറ്റാതെ വരുമ്പോൾ ഒരു കാർപ്പൻറ്ററെ വിളിച്ചിട്ട് ഇതൊന്ന് ചിന്തേരിടുക എന്ന് പറയും മലയാളത്തിൽ. ഈ സാധനം അങ്ങനെ ചെയ്തു വെച്ചാൽ അടുത്ത വേനൽക്കാലം ആകുമ്പോൾ ഇതൊരു എക്സാക്ട്ലി. അപ്പോൾ അതിന് കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടാണ് ആ സാധനത്തിന് ഒരു ഫിനിഷ് പ്രോഡക്റ്റ് ആക്കിയെങ്കിൽ ഈ പ്രശ്നം വരത്തില്ല. അല്ല, പിന്നെ മേജർ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലും ഇപ്പം ഇമ്പോർട്ടഡ് വുഡിനെ കുറിച്ച് എല്ലാവർക്കും അറിയത്തില്ല. ഫസ്റ്റ് ഓഫ് ഓൾ, പിന്നെ അന്നേരം നോക്കുന്നത് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ലോക്കൽ വെണ്ടറിനെ കണ്ടെത്തി. ഞാൻ ഒരിക്കലും ലോക്കൽ ടിമ്പറിനെതിരല്ല. ഞാൻ അവർ കണ്ടെത്തി ചെയ്യുക. അന്നേരം ആ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ട്രീറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇത് മുറിച്ചിട്ടിട്ട് ഒരു ഏജ് ആയിട്ടില്ല, അങ്ങനെ കുറെ ഇഷ്യൂസ് ഉണ്ട്. എൻ്റെ ഫാദർ ബിസിനസ് തുടങ്ങിയപ്പോൾ നാടൻ മരത്തിലാണ് തുടങ്ങിയത്. ഞങ്ങൾക്ക് നാടൻ മരത്തിൻ്റെയും പിന്നെ കൂപ്പുമരം, ഫോറസ്റ്റ് ടീക്ക് അല്ലെങ്കിൽ ഫോറസ്റ്റ് വുഡ് ടിമ്പറിങ്ങിനെ അന്ന് കൂപ്പ് ലേലമാണല്ലോ, ലേലമാണ്. അന്ന് ലേലം വിളിച്ച് അത് ഫാദർ അന്നും ഹോൾസെയിലായിട്ട് ഇത് സപ്ലൈ ചെയ്യായിരുന്നു. ലേലം വിളിച്ചിട്ട് കേരളത്തിൽ മുഴുവൻ എല്ലാവർക്കും
ഒരു ലോട്ട് മൊത്തമായിട്ട് ലേലം വിളിക്കാൻ പറ്റില്ല മില്ലുകാർക്ക്. അപ്പോൾ ഫാദർ അത് മൊത്തം വിളിച്ചിട്ട് 3 മില്ലുകാർക്കൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു ട്രേഡിംഗ് പ്രോസസ്സാണ് ഫാദർ ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വണ്ണമുള്ള മരം കിട്ടാതെ ആയപ്പോഴാണ് ഫാദർ ഇമ്പോർട്ട് മരത്തിനെ കുറിച്ച് ചെയ്തത്. ഈ വണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ മരത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു മരത്തിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ ഒരു കോമൺ മാന് വയ്ക്കാവുന്ന ഒരു സ്കെയിൽ ഓഫ് മെഷർ അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ആ മരത്തിൻ്റെ വണ്ണം നോക്കിയാൽ മതി. ഇപ്പം പെട്ടെന്ന് പറയുകയാണെങ്കിൽ പല കാരണങ്ങളുണ്ട്. ഇപ്പം അതിനകത്ത് നമ്മളിപ്പോൾ പറയാം അതിൻ്റെ സ്റ്റൊമക്ക് ക്ലിയർ ആണോ സ്ട്രെയിറ്റ് ആണോ എന്ന് നോക്കണം, അല്ലെങ്കിൽ അതിനകത്ത് ചിലപ്പോൾ ഇങ്ങനെ ഒരു ക്യാൻസർ പോലത്തെ ഒരു ഇതൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. അതൊക്കെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുമ്പോഴാണ് വയറെന്ന് പറയുന്നത്. അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പോകുമ്പോഴാണ്. പക്ഷേ ഒരു മരത്തിൻ്റെ ഒരു യഥാർത്ഥ ക്വാളിറ്റി അതിനകത്ത് തിരിച്ചറിയണമെങ്കിൽ അതിൻ്റെ വണ്ണം ശരിക്കും നോക്കിയാൽ മതി. ഇപ്പോൾ ഇവിടെ വണ്ണം വെച്ചിട്ട് നമുക്ക് ഏജ് അറിയാൻ പറ്റൂല്ലേ? ഏകദേശം അത് ഒരേ മരത്തിനും ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ തേക്കിൻ്റെ ഏജ് നമുക്ക് ഒരിക്കലും ഇപ്പോൾ മെർബാവ് എന്ന് പറഞ്ഞൊരു മരത്തിൻ്റെ വണ്ണവും തേക്കിൻ്റെ വണ്ണവുമായിട്ട് ചിലപ്പോൾ 50 കൊല്ലം കഴിയുമ്പോൾ തേക്കിൻ്റെ വണ്ണം ഒരു 160-150 സെൻറ്റിമീറ്റർ ഉണ്ടാവുള്ളൂ. ഞാൻ പറയുന്ന സർക്കംഫറൻസ് കറുത്താണ്. പക്ഷേ മെർബാവ് എന്ന് പറയുന്ന മരം ചിലപ്പോൾ അതൊരു 200-210 സെൻറ്റിമീറ്റർ വരെയും വരാം. അപ്പോൾ ഒരേ മരത്തിനും അപ്പോൾ നമ്മുടെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്ലാവ് പെട്ടെന്ന് വളരില്ലേ, അല്ലെങ്കിൽ ആഞ്ഞിലിയൊക്കെ ഒരു 10-12 കൊല്ലം കൊണ്ട് ശരിക്കും പറഞ്ഞ ഒരു 90 സെൻറ്റിമീറ്ററെങ്കിലും വണ്ണമുള്ളൊരു മരമാവാം. പക്ഷേ തേക്ക് അത്രയും വരത്തില്ല. അപ്പോൾ അതിനകത്ത് ഒരേ മരത്തിനും അതിൻ്റെ ഘടനയ്ക്കനുസരിച്ചുള്ള വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ഞാൻ ഈ വണ്ണത്തിനെക്കുറിച്ച് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ണമുള്ള മരങ്ങൾ വെച്ച് പണ്ട് നാടൻ മരം ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ ഒരു കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ അമ്പലങ്ങളാണെങ്കിലോ പള്ളികളാണെങ്കിലോ എല്ലാം ഈ ആഞ്ഞിലി പ്ലാവിട്ടാണ് പണിതേക്കണേ. അന്നൊന്നും ആരും ഫോറിൻ മരം ഇവിടെ ഉപയോഗിച്ചിട്ടില്ല. ആ അമ്പലത്തിനും പള്ളികൾക്കും ഒരു പ്രശ്നവും ഇപ്പോഴും ഇല്ല. അന്ന് കെമിക്കൽ ട്രീറ്റ് വരും ചെയ്യാതെയാണ് അവരത് ഒരു ട്രീറ്റ്മെൻറ്റ് എന്താ ശരിക്കും അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മരം എടുത്താൽ ഇപ്പോഴും കുഴപ്പമില്ല എന്നുള്ളത് എൻ്റെ ഒരു തെളിവാണല്ലോ. മച്ചുകളൊക്കെ ഇപ്പോഴും നമ്മൾ ഭയങ്കര ഇപ്പോഴും തെളിവ് ഇതൊക്കെ കട്ട് ചെയ്ത് റീലാക്കി കേട്ടോ. അല്ല അപ്പോൾ വണ്ണമുള്ള മരം എടുത്ത് ഉപയോഗിച്ചപ്പോൾ നമുക്ക് ഒരു കുഴപ്പവും പറ്റിയില്ല. പക്ഷേ ഇപ്പോൾ ഇവിടെ ഉള്ളതെല്ലാം വണ്ണം കുറഞ്ഞ മരമാണ്. വേണമെങ്കിൽ നമ്മളിപ്പോൾ ഞാനൊരു കോമൺ മാൻ്റെ ഭാഷയിൽ സംസാരിച്ചാൽ ബ്രോയിലർ കോഴികളാണ്. ഇഞ്ചക്റ്റീവാണ് ബ്രോയിലർ കോഴികളാണ്. അപ്പോൾ നമ്മൾ അത് എടുത്ത് ഒരു എൻഡ് കസ്റ്റമർ അല്ലെങ്കിൽ ഒരു കോമൺ മാൻ എടുത്ത് ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ആക്കുമ്പോൾ മരം എടുക്കുമ്പോൾ അവൻ എന്താണ് എൻഡ് കസ്റ്റമർ ആഗ്രഹിക്കുന്നത്, അത് കാലാകാലം നിലനിൽക്കണം എന്നാണ്. ഇപ്പം നമ്മൾ കാലാകാലം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മരം ഉപയോഗിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം അതിനകത്ത് ഇപ്പം ജനലും ഡോറും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം കാലാകാലം നിലനിൽക്കണം. ഇപ്പം അതിൻ്റെ ഉള്ളിലിരുന്ന സിമെൻറ്റും കമ്പിയും പോലെ തന്നെയാണ് ഡോറും. അതിന് കാരണം അതിൻ്റെ ഡോറോ ജനലോ മാറ്റേണ്ടോ എന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ വീട്ടിൽ നിന്ന് മാറി താമസിക്കണം. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? നമ്മളത് മാറ്റണം. ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം മാറി താമസിക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് അവിടെ നിന്ന് മാറി താമസിച്ചാൽ മാത്രമാണ് അവിടെ പണി നടക്കുള്ളൂ. അപ്പോൾ ഒരു കാരണവശാലും ആ ഡോറും ജനലും പൊളിക്കാൻ പാടില്ല എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെ ആവണം അത് വെക്കേണ്ടത്. അപ്പോൾ അത് വെക്കാൻ ഏറ്റവും നല്ല പ്രൊഡക്റ്റ് നമ്മൾ അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല പ്രൊഡക്റ്റ് ഇടുക എന്നുള്ളതാണ്. അത് മരം ഇടുമ്പോൾ ആ മരം കാലാകാലം നിലനിൽക്കണമെങ്കിൽ അത് ശരിക്കും മൂപ്പുള്ള മരം തന്നെ ഇടണമെന്നാണ് ഞാൻ പറയുന്നത്. ഈ കട്ടളവെപ്പ് എന്ന് പറയുന്ന ഭയങ്കര ഒരു ചടങ്ങ് തന്നെയാണ്. പല സ്ഥലങ്ങളിലും ഒരുപാട് ആളുകളെയൊക്കെ വിളിച്ചിട്ട് ഭയങ്കര ഒരു സെറമണി. ഈ കട്ടളയുടെ മുകളിൽ ഇങ്ങനെ ഒരു സ്വർണ്ണത്തിന്റെ കോയിനൊക്കെ വെക്കുന്ന ഒരു പണ്ടത്തെ ഒരു രീതിയൊക്കെ ഞാൻ എൻ്റെ വീട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 32 years മുമ്പാണ് പണിത്. അപ്പോൾ ഈ പറയണ ഞാൻ ഓർക്കുന്നുണ്ട് ഇങ്ങനെ അടിയിൽ എന്തോ ഒരു സ്വർണ്ണത്തിന്റെ എന്തോ ഒരു സാധനമൊക്കെ വെക്കുന്നത്. അത്ര കുഞ്ഞു സാധനമായിരിക്കും. ഇതൊരു ചുമ്മാ ഒരു അത് അന്നൊരു ഇന്നതില്ല. ഇന്നിപ്പോ എന്റെ എന്റെ ഇത്ത വീട് പണിത് പക്ഷെ അത് ചെയ്തില്ല. അല്ല പുള്ളി എന്റെ അളിയ സ്വർണ്ണ കച്ചവടക്കാരൻ എന്നിട്ടും ചെയ്തില്ല. പുള്ളിക്കാരുടെ വില അറിയാം. അത് ശരിയായിരിക്കും, സ്വർണ്ണത്തിന്റെ വില അറിയാവുന്നതുകൊണ്ടായിരിക്കും. കറക്റ്റാ. പിന്നെ ചില ആളുകൾ ഈ ചെറിയ നെല്ല് അങ്ങനെ സാധനം അത് ശരിയാ. ഇപ്പം നമ്മളിപ്പോൾ ഈ ഒരുപാട് ടൈപ്പ് സ്പീഷീസ് ചെയ്യുന്നുണ്ട്. 7 ടൈപ്പ് അല്ലേ? 6 ടൈപ്പ്. ഇപ്പോൾ ഇതിനകത്ത് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും കൺഫ്യൂഷനാണ്. നമ്മൾ പല പ്രോഡക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും പറയും നിങ്ങളൊരു കൺക്ലൂഷൻ പറയണം, ഏതാണ് നല്ലത്. അപ്പോൾ ഏത് സ്പീഷീസ് ആയിരിക്കും നല്ലത്? നമ്മുടെ എക്സാമ്പിൾ പറഞ്ഞാൽ അതിനകത്ത് ഒരു പ്രോഡക്റ്റ് പറയുമ്പോൾ
അത് നമ്മുടെ ഇവിടെ ലോക്കലി കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആയിട്ട് എന്തെങ്കിലും കമ്പാരിസനോടെ വെച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു പ്രൈസ് കമ്പാരിസൺ വെച്ച് പറയുന്നത് കുറച്ച് നല്ലതായിരിക്കും, ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഒബ്വിയസ്ലി ദ ഫസ്റ്റ് സ്പീഷ്യസ് ഞാൻ പറയുകയാണെങ്കിൽ ബെർമാറ്റീക്ക്, പക്ഷേ അതൊരു പ്രീമിയം പ്രോഡക്റ്റ് ആണ്. പ്രൈസ് വൈസ് അത് കൂടുതലാണ്. അതിന്റെ അഡ്വാൻറ്റേജ് എന്താണ് ഈ ബെർമാറ്റീക്കിന്റെ അഡ്വാൻറ്റേജ്? ബെർമാറ്റീക്കിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഓയിൽ കണ്ടന്റ് ഉണ്ട്, അത് നാച്ചുറലി ടെർമേറ്റ് പ്രൂഫാണ് ആ മരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഡെൻസിറ്റി കുറവായിട്ട് വരെയും അതിനകത്ത് ശ്രിങ്കേജും എക്സ്പാൻഷനും കുറവാണ്. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തേക്ക് മാത്രമേ പൊങ്ങിക്കിടക്കുള്ളൂ വെള്ളത്തിൽ, ബാക്കിയെല്ലാം ഹാർഡ്വുഡും താന്നു തേക്ക് പൊങ്ങിക്കിടക്കും. അതല്ല നരലിലേക്ക് ഈ തേക്ക് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ തേക്ക് ഒഴുകിപ്പോവും. ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ 2018 അന്ന് വെള്ളം കയറിയപ്പോൾ ഞങ്ങൾ തേക്ക് മാത്രമേ കെട്ടിയിട്ടുള്ളൂ, ബാക്കിയുള്ള മരമൊക്കെ അവിടെ അടിയിൽ തന്നെ കിടക്കും. തേക്ക് അത് ഒഴുകിപ്പോവും. എടാ ഭയങ്കര തടി, എന്താണ് തടിയെ കുറിച്ചിട്ട് പറഞ്ഞ സാധനമൊക്കെ അറിയോ? അപ്പോൾ ബെർമാറ്റീക്ക് ഒരു പ്രീമിയം പ്രോഡക്റ്റാണ്. അത് നമ്മുടെ ഇവിടെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കമ്പയർ ചെയ്യാൻ മരമില്ല എന്ന് തന്നെ പറയാം. പിന്നെയും നമുക്ക് കമ്പാരിസൺ കൊടുക്കുകയാണെങ്കിൽ നിലമ്പൂർ ടീക്കായിട്ട് കമ്പയർ ചെയ്യാം. അത്രേ ഉള്ളൂ, നിലമ്പൂർ ടീക്കായിട്ട് കമ്പയർ ചെയ്യാം. അതിൻ്റെ കോസ്റ്റ് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 8,000 rupees to 12,000 rupees റേഞ്ചിലാണ് അത് വരുന്നത്. പെർ ക്യൂബിക് ഫീറ്റ് പല മെഷർമെന്റിലും പറയാമല്ലോ. ക്യൂബിക് ഫീറ്റ് ആണ് നമ്മൾ മരത്തിൻ്റെ മെഷർമെൻറ്റ് സാധാരണ ആളുകൾ പറയുന്നതും ഇവിടെ സുപരിചിതമായതും. പിന്നെ അടുത്ത മരം എന്ന് പറഞ്ഞാൽ ബർമയിൽ നിന്ന് വരുന്ന തന്നെ പിൻകോട എന്ന് പറഞ്ഞ മരമാണ്. ഈ പിൻകോട എന്ന് പറഞ്ഞ മരത്തിന് ചെറുതേക്ക് എന്നുള്ളൊരു വിളിപ്പേരുണ്ട്, കാരണം അതിന് തേക്കിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. പക്ഷേ തേക്കിനേക്കാൾ ഡെൻസിറ്റി കൂടുതലാണ്. ഒരു 4,000 to 5,000 rupees ആണ് അതിൻ്റെ റേഞ്ച് വരുന്നത് പെർ ക്യൂബിക് ഫീറ്റ്. പിന്നെ നാട്ടിലെ മരമായിട്ട് നമുക്കിപ്പോൾ അതിനെ വേണമെങ്കിൽ ഇരുള്, നാട്ടിലെ ഇരുള് ആയിട്ട് കമ്പയർ ചെയ്യാം ശരിക്കും പറയാം. പക്ഷേ നാട്ടിലെ ഇരുളിന് വണ്ണം കുറവാണ്. ഇത് എല്ലാം ഒരു 6 അടി 7 അടി വണ്ണമുള്ള മരത്തിൽ നിന്നാണ് ഈ സൈസ് പിടിച്ചേക്കുന്നത്. നാട്ടിലെ ഇരുളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 3 അടി 4 അടി വണ്ണം ഉണ്ടാവുള്ളൂ, സാധാരണ കിട്ടുള്ളൂ. ഇപ്പം തന്നെ ഇരുള് കിട്ടാനില്ല സത്യം പറഞ്ഞാൽ. ഇരുളങ്ങനെ സുലഭമായിട്ട് കിട്ടുന്നൊരു മരമല്ല. നാട്ടിലെ മരമായിട്ട് കമ്പയർ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഇരുളെന്ന് പറഞ്ഞു. പിന്നെ അടുത്ത മരം എന്ന് നമ്മുടെ പറയുന്നത് അത് പ്രൈസ് റേഞ്ച് 4,000 to 5,000 ക്യൂബിക് അടിക്കും. പിന്നെ നമ്മുടെ അടുത്ത മരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്തോനേഷ്യൻ മെർബാവു ആണ്. നമ്മുടെ നാട്ടിലെ മരമായിട്ട് അത് കമ്പയർ ചെയ്യുവാണെങ്കിൽ വേങ്ങയായിട്ട് കമ്പയർ ചെയ്യാം. വേങ്ങയും പക്ഷേ നമുക്കിപ്പോൾ അവൈലബിൾ കുറവാണ്. എഗെയിൻ വണ്ണം കുറഞ്ഞ വേങ്ങയാണ് ഇവിടെ അവൈലബിൾ. നമ്മളെപ്പോഴും ഞാനിപ്പോൾ നാട്ടിലെ മരമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കാട്ടുപോത്തും നാട്ടുപോത്തുമായിട്ട് കമ്പയർ ചെയ്യുന്ന ഒരു കമ്പാരിസൺ ആവുള്ളൂ. പറയുമ്പോൾ പോത്താണ്, പക്ഷേ ഞങ്ങളുടെ ഇമ്പോർട്ടൻറ്റ് മരം എല്ലാം ഫോറസ്റ്റിൽ നിന്ന് നാച്ചുറലി ഗ്രോൺ ആയിട്ടുള്ള മരമാണ് നമ്മൾ കട്ട് ചെയ്തത്. അപ്പോൾ എഗെയിൻ ഇതിനെ വിളിക്കുമ്പോൾ ഇതിനെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിൾ പറയില്ല, പോത്തുനിന്ന് വിളിക്കാമെങ്കിലും കാട്ടുപോത്തും നാട്ടുപോത്തുമായിട്ടുള്ള വ്യത്യാസം ഉണ്ട്. പക്ഷേ വേങ്ങയായിട്ട് കമ്പയർ ചെയ്യാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പ്രൈസ് കമ്പാരിസൺ പറഞ്ഞു ചെയ്യുകയാണെങ്കിൽ ഒരു 3,000 to 3,800 റേഞ്ചാണ് നമ്മുടെ പ്രൈസ് കമ്പാരിസൺ പെർ ക്യൂബിക് ഫീറ്റ്. പിന്നെ നമ്മുടെ സൗത്ത് അമേരിക്കയിൽ നിന്ന് വരുന്ന 3 സ്പീഷീസാണ്. കാവ്ഡു എന്ന് പറഞ്ഞ സ്പീഷീസ് നമ്മുടെ വേണമെങ്കിൽ നമ്മുടെ പ്ലാവായിട്ട് കമ്പാരിസൺ ചെയ്യാം. ഒരു 2,500 to 3,500 അതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. പിന്നെ WPL എന്ന് പറഞ്ഞൊരു മരമുണ്ട്. WPL എന്ന് പറഞ്ഞ മരം വേണമെങ്കിൽ നമ്മുടെ എഗെയിൻ ഇരുളായിട്ട് ഒരു ചെറിയ കമ്പാരിസൺ ഉണ്ട്. അതിന് പ്രൈസ് റേഞ്ച് വരുന്നത് സെയിം ആണ്, 2,500 to 3,500 പെർ ക്യൂബിക് ഫീറ്റ് ആണ് അത്. പിന്നെ വരുന്ന മരം പർപ്പിൾ ഹാർട്ട് എന്ന് പറഞ്ഞ മരമാണ്. ഇവിടെ നാട്ടിൽ വയലറ്റ് എന്ന് വിളിക്കുന്ന മരത്തിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 2,500 to 3,500 തന്നെയാണ്. ആ മരത്തിന് കുറച്ചും കൂടെയും ഇവിടുത്തെ ഒരു മരമായിട്ട് അതിനെ കമ്പാരിസൺ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അതിനെ വേണമെങ്കിൽ നമുക്ക് ഒരു റോസ് വുഡിൻ്റെയൊക്കെ ഒരു കളറുള്ളതുകൊണ്ട് റോസ് വുഡിൻ്റെ ഒരു കളറുള്ളതുകൊണ്ട് ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഞാനിപ്പോൾ സ്റ്റെയർ കേസ് പണ്ട് ചെയ്തത് ഞങ്ങൾ ഈട്ടി വെച്ചായിരുന്നു ചെയ്തത്. അപ്പോൾ എൻ്റെ മകൻ ജനിച്ചപ്പോൾ ആ സ്റ്റെയർ കേസിന് അപ്പുറം ഇപ്പുറയും ഈ ഒരു കൊച്ചിറങ്ങാതിരിക്കാൻ വേണ്ടി ചെയ്തപ്പോൾ ഞങ്ങളത് പർപ്പിളായിട്ടായത്. ഈട്ടിയുടെ ലഭ്യത കുറവും പിന്നെ പെട്ടെന്ന് നമുക്ക് കിട്ടാനില്ല. പിന്നെ ഒരു ഈട്ടി നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആകത്തൊരു 10 CFT ആവശ്യമുള്ളായിരുന്നു. ഒരു ഈട്ടി എടുക്കുമ്പോൾ നമുക്കൊരു 30 CFT 40 CFT മരം എടുക്കണം, ബാക്കിയുള്ള എല്ലാം വേസ്റ്റേജ് ആയിട്ട് എടുക്കും. അപ്പോൾ നമുക്കിത് റെഡിലി അവൈലബിൾ ആയിട്ടുള്ള സൈസ് അവൈലബിൾ ഉള്ളപ്പോൾ അതിൻ്റെ കളറായിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ മാച്ച് ചെയ്യിപ്പിക്കാം എന്നുള്ളതുകൊണ്ടാണ് നമ്മളത് ഇട്ടത്. പക്ഷേ ഒരു കമ്പാരിസണും ഇല്ല കേട്ടോ. ഈട്ടി ഈസ് മച്ച് നമ്മുടെ നാട്ടിലെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള സാധനമാണ് ഈ ഹാൻഡ് റെയിലൊക്കെ. കരിമ്പന നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സാധനമല്ല, എന്താണ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം? ഒബിയസ്ലി അതൊരു
നല്ലൊരു പ്രൊഡക്റ്റ് ആണെന്ന് തന്നെ നാര് കൂടുതലാണ്. നാര് കൂടുതലാണ്. പക്ഷേ അതിനെ നന്നായിട്ട് ട്രീറ്റ് ചെയ്ത് അതിനെ നല്ല ആൾക്കാരുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ നല്ലൊരു വെണ്ടറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ അതൊരു നല്ല പ്രൊഡക്റ്റ് തന്നെയാണ്. അങ്ങനെ അത് പിന്നെ വ്യവസായ അടിസ്ഥാനത്തിൽ അത് ഒരുപാട് കിട്ടുന്നുണ്ടോ? കിട്ടും, പക്ഷേ അതൊരു നമ്മുടെ ഒരു സ്കോപ്പിൽ വരുന്ന ഒരു കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ സ്റ്റഡി ചെയ്തില്ല. ഞങ്ങളുടെ ഇങ്ങോട്ട് തെക്കൻ ഭാഗത്ത് നിന്നൊക്കെ അത് കാണൽ കുറവാണ്. വടക്കോട്ടുണ്ട്. വടക്കോട്ട് ഇന്റീരിയർ ചെയ്യാനൊക്കെ നന്നായിട്ടുണ്ട്. അതാണ് പറഞ്ഞത്. ഒത്തിരി ലെങ്ത് ആയി പോകുന്നില്ലേ? അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോ പറഞ്ഞാലോ? ആയിക്കോട്ടെ. അജയ് വന്ന്, അജയ് മലപ്പുറം ലേറ്റ് ആയതാ. മനപ്പൂർവ്വം ലേറ്റ് ആയെന്ന് പറഞ്ഞതിന്റെ ഒരു എക്സ്പ്ലനേഷൻ പറയുകയാണെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നു. പുള്ളി ബാംഗ്ലൂർ പോയിരുന്ന ഒരു സാധനം തലയിൽ വെക്കാൻ, അത് എവിടെ, അത് കാണാനാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. വീണ്ടും കാണിക്കണം അതില് മുടി എന്താ വെച്ച മുടി. ഇതാ എന്റെ ഒരു പേഴ്സണൽ ഇതാണ്, ഇതാട്ടോ ഗ്ലാമർ അല്ലേ? ലൈൻ കട്ട്. അപ്പൊ നമുക്ക് ഒരുപാട് ലെങ്ത് ആയി, നമുക്ക് കട്ട് ചെയ്ത് നെക്സ്റ്റ് എപ്പിസോഡായിട്ട് ചെയ്യാം. വി ആർ സൈനിങ് ഓഫ്. ആർക്കിഫൈ ടോക്സ്.